ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. നമ്മൾ ഹോണ്ട ആക്റ്റീവ 60 വണ്ടി ജനറൽ സർവീസായിട്ട് കയറിയുണ്ട്. അത് സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മളതിൻ്റെ എയർ ഫിൽറ്റർ, ക്ലച്ചിൻ്റെ ഭാഗം, ബ്രേക്ക്, അതേപോലെ ഫ്രണ്ട് ബ്രേക്കിൻ്റെ ആയാലും ക്യാമ് കാര്യങ്ങളൊക്കെ ഗ്രീസിങ്ങനൊക്കെ ആയിട്ട് അഴിച്ചിട്ടുണ്ട് കേട്ടോ. ബാക്കിലത്തെ ബ്രേക്ക് ലൈൻഡർ നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട്. ലൈൻഡർ നമുക്ക് കിടക്കുന്നത് കമ്പനി ലൈൻഡർ, ഹോണ്ടയുടെ ഒറിജിനൽ ലൈൻഡറിനാണ്. നമുക്ക് അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്, നല്ല ലൈൻഡറാണ്. നമുക്ക് ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയാൽ മതി. അതേപോലെ തന്നെ ബ്രേക്കിൻ്റെ ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യാം. ചെറിയൊരു ടൈറ്റ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്, അപ്പോൾ ഒന്ന് കൈയോടെ ഗ്രീസ് ചെയ്തിടാം. എയർ ഫിൽറ്ററിൻ്റെ ഭാഗം നമ്മൾ നോക്കുമ്പോൾ എയർ ഫിൽറ്റർ കുറച്ച് പൊടിയൊക്കെ ഉണ്ട്. നമുക്കൊന്ന് തുടച്ച് ക്ലീൻ ആക്കിയിട്ട് റീസെറ്റ് ചെയ്യാൻ മതി. അടുത്ത സർവീസിൽ നമുക്ക് മാറ്റിയിടേണ്ടി വരും കേട്ടോ. ഈ തവണ നമുക്കിങ്ങനെ ക്ലീൻ ചെയ്തിടാം. നമുക്ക് കിടക്കണമായാലും ഹോണ്ടയുടെ കമ്പനി ഫിൽറ്റർ തന്നെയാണ്, ഒറിജിനൽ ഫിൽറ്റർ തന്നെയാണ് കിടക്കുന്നത്. ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട്. അതായത് ഓയിൽ ലീക്കേജോ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാനും ക്ലച്ച് ഗ്രീസ് ചെയ്യേണ്ടതാണെങ്കിൽ അത് ചെയ്യാനൊക്കെ ആയിട്ടാണ് നമ്മൾ ക്ലച്ച് അഴിച്ചേണ്ടത്. അപ്പോൾ അതിൻ്റെ നിലവിൽ ഓയിൽ ലീക്ക് കാര്യങ്ങളൊന്നും കാണുന്നില്ല, വേറെ പ്രോബ്ലം ഒന്നുമില്ല. ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കുമ്പോഴും ബെൽറ്റ് നമുക്ക് ഹോണ്ടയുടെ കമ്പനി ബെൽറ്റ് കിടക്കുക, നല്ല ഫ്രഷായിട്ട് കിടക്കണം കേട്ടോ. വേറെ പ്രോബ്ലം, ചെറിയൊരു ക്രാക്ക് സ്റ്റാർട്ടിങ് ആണ്, പക്ഷേ കുഴപ്പമൊന്നുമില്ല. നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ കിട്ടും. കിക്കറിൻ്റെ ക്ലച്ച് കവറൊക്കെ ആയാലും അതിൻ്റെ ഉള്ളിൽ അത്യാവശ്യം പൊടി കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊന്ന് ക്ലീൻ ചെയ്ത് കയറ്റാം. കിക്കർ വീലൊന്ന് ഗ്രീസ് ചെയ്തിടാം. പിന്നെ CVT ക്ലച്ചിൻ്റെ മെയിനായിട്ട് വന്ന പാർട്ടാണ് ഈ ബാക്കിൽ തന്നെ ക്ലച്ച് പുള്ളി പോലെ വർക്ക് ചെയ്യുന്ന യൂണിറ്റ്. അത് നമ്മൾ അഴിച്ചിട്ട് ഫുള്ളായിട്ട് ക്ലീൻ ചെയ്യുന്നുണ്ട്. ക്ലീൻ ചെയ്ത് ഗ്രീസ് ചെയ്ത് കയറുന്നുണ്ട്. ഈ പിന്നിനൊക്കെ ചെറിയ തേമാനം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കൈയോടെ ആ പിന്ന് ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. വേരിയേറ്റർ ബോഡി ആയാലും റോളർ, ബോസ് ഡ്രൈവ് യൂണിറ്റൊക്കെ ആയാലും നിലവിൽ വേറെ തേമാനോ കാര്യങ്ങളോ കാര്യമായിട്ടില്ല. നോർമൽ ഉപയോഗം അനുസരിച്ച് നോക്കുമ്പോൾ അതനുസരിച്ചിട്ടുള്ള തേമാനമുള്ളൂ. നമുക്ക് അതിൻ്റെ ഉള്ളിൽ തന്നെ ഈ പ്ലാസ്റ്റിക്കിൻ്റെ പീസ് സ്ലൈഡ് എന്ന് പറയും ഈ യൂണിറ്റ്. ഇത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ തേമാനം വന്നിട്ടുണ്ട്. അതിൻ്റേതായിട്ട് അത് ഈ യൂണിറ്റ് ഇവിടെ വർക്ക് ചെയ്യണം. ആ പ്ലേറ്റിൻ്റെ കൂട്ടത്തിൽ അത്യാവശ്യം നല്ല രീതിയിൽ പ്ലേ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊന്നും മാറ്റിയിട്ടാണ് കേട്ടോ. പ്ലാസ്റ്റിക് ടൈപ്പാണ്. ഏകദേശം നമുക്കൊരു 100 രൂപ താഴെ നമുക്കതിന് കോസ്റ്റ് ഉണ്ട്. 79 അങ്ങനെ എന്താണെന്ന് തോന്നുന്നു. ഏകദേശം 100 താഴെ നമുക്കതിന് കോസ്റ്റ് ഉണ്ട്. പിന്നെ ക്ലച്ച് ഔട്ടർ യൂണിറ്റൊക്കെ ആയാലും അത്യാവശ്യം അതിൻ്റെ ഉള്ളിൽ ഗ്രീസിൻ്റെ മയച്ചിരി കൂടുതലായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീനാക്കി ക്ലീൻ ചെയ്തിട്ട് പേപ്പർ ഇട്ടൊന്ന് പിടിച്ച് ക്ലീൻ ചെയ്യുക. കാരണം ഈ ക്ലച്ച് യൂണിറ്റിൻ്റെ ഉള്ളിൽ കൂടുതലായിട്ട് ഗ്രീസിൻ്റെ പ്രസൻസ് വന്നു കഴിഞ്ഞാൽ അത് മെൽറ്റായിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് തന്നെയാണ്. അപ്പോൾ അത് ക്ലീൻ ചെയ്ത് അത് കണ്ടതുകൊണ്ടാണ് നമ്മൾ ഇതും കൂടി അഴിച്ചിട്ട് ഫുള്ള് ക്ലീനാക്കി ആവശ്യത്തിനുള്ള ഗ്രീസ് ചെയ്തിട്ട് മാത്രം നമുക്ക് റീസെറ്റ് ചെയ്യാൻ പറ്റും. കാരണം അത് ഗ്രീസ് വന്നു കഴിഞ്ഞാൽ ക്ലച്ച് പിടിക്കാത്തൊരു സിറ്റുവേഷൻ വരാൻ വേണ്ടി വൈബ്രേഷൻ കാണിക്കും കേട്ടോ. പിന്നെ നിലവിൽ മെയിനായിട്ട് അതൊക്കെയാണ് ആ ഭാഗത്തുള്ള പ്രശ്നം. പിന്നെ നമുക്ക് ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബ്രേക്ക് ആയാലും നമുക്ക് അഴിച്ച് ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്യുന്നുണ്ട്. ലൈൻഡറൊക്കെ നല്ല ലൈൻഡറാണ്, കമ്പനി വണ്ടി വന്നപ്പോൾ ഉള്ള ലൈൻഡറാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. അതേപോലെ തന്നെ ബ്രേക്കിൻ്റെ കേബിളുകൾ ചെക്ക് ചെയ്യുമ്പോഴും ടൈറ്റ് കാര്യങ്ങളൊന്നും നിലവിലൊന്നുമില്ല. അപ്പോൾ ഒന്ന് ബ്രേക്കൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. സ്പാർക്ക് പ്ലഗിൻ്റെ ഭാഗത്തായാലും നോക്കുമ്പോൾ പ്ലഗും എയർ ഫിൽറ്ററും കൂടി ഒരുമിച്ച് മാറ്റിയേക്കണതാണ്. അപ്പോൾ അത് നമുക്ക് തൽക്കാലം ക്ലീൻ ചെയ്തിടാം. അടുത്ത സർവീസിൽ ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലും എയർ ഫിൽറ്ററും പ്ലഗും കൂടിയാണ് നമുക്ക് മാറ്റേണ്ടി വരുന്നത് കേട്ടോ. അതേപോലെ തന്നെ എഞ്ചിൻ ഓയിൽ നോക്കുമ്പോൾ ഓയിൽ നല്ല ഓയിലാണ്. അളവിൽ കുറവോ കാര്യങ്ങളോ ഒന്നുമില്ല. കളറും ചെറിയൊരു വേരിയേഷനേ വന്നിട്ടുള്ളൂ. അപ്പോൾ നോക്കിയിട്ട് എഞ്ചിൻ ഓയിൽ ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു 3000 കിലോമീറ്ററാണ് ഉപയോഗിക്കാൻ പാടുള്ളൂ. അപ്പോൾ ഏതാണോ കിലോമീറ്റർ ചെയ്ത് 3000 ആയി കഴിഞ്ഞാൽ മാറ്റി കളയാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ നമ്മളതിൻ്റെ പൊല്യൂഷൻ സ്റ്റാറ്റസ് ചെക്ക് ചെയ്തിരുന്നു. നമുക്ക് അടുത്ത നവംബർ 24 തോന്നുന്നതിൻ്റെ ഡേറ്റ് കാണിച്ചാണ് കേട്ടോ. അപ്പോൾ അത് ഒരു മാസം കൂടി ഉള്ളൂ. അപ്പോൾ അതൊന്ന് ഓർമ്മയിൽ വെച്ചേക്കാം. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് സർവീസുമായി ബന്ധപ്പെട്ട വന്നാണ് വർക്കുകൾ. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിട്ടാണ് കേട്ടോ. വർക്ക് കംപ്ലീറ്റ് ആകുമ്പോൾ വിളിക്കാം. വണ്ടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഒരു 6 മണി 6:30 ആവും തീരുമ്പോഴത്തേക്കും.